قال لا تخافا إنني معكما أسمع وأرى. ഇസ്ലാം അടിമത്തം ഒരു തെറ്റായോ തിന്മയായോ അരുതാത്ത കാര്യമായോ പരലോകത്ത് ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റമായോ മോശപ്പെട്ട ഒരു വ്യവസ്ഥിതിയായോ ഇല്ലാതായി പോകേണ്ടുന്ന ഒരു സാമൂഹ്യ സംവിധാനമായിട്ടോ പരിഗണിച്ചിട്ടുണ്ടോ? അതാണ് ചോദ്യം. ഓക്കെ, അടുത്ത ക്ലിപ്പ് കേട്ടല്ലോ. ഇതിനകത്ത് ലിയാഖത്തിൽ ചോദിക്കുന്നത് ഇസ്ലാം അടിമത്തത്തെ തെറ്റായോ ഒരു തിന്മയായോ അരുതാത്ത കാര്യമായോ പരലോകത്ത് ശിക്ഷ ലഭിക്കുന്നതായിട്ടോ ഇല്ലാതായി പോകേണ്ട ഒരു സിസ്റ്റമായിട്ടോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആണെന്ന് എല്ലാത്തിനാണെന്നാണ് ഉത്തരം. എന്നുവെച്ചാൽ നേരത്തെ കേട്ടവർക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ ഉത്തരം പറയും. ഞാൻ ഒരു 20 മിനിറ്റ് ഇതിന് മുമ്പത്തെ ക്ലിപ്പിന് ഞാൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ അത് കേട്ട ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അടിമത്തം ഈ ബന്ദികൾ ഒഴിച്ച്, അതായത് പിടിച്ച് നിർത്തുന്നത് ഒഴിച്ച്, യുദ്ധത്തിൽ ബന്ദികൾ പിടിക്കുന്നത് തെറ്റല്ല. അതിന് അടിമയെന്ന് നിങ്ങൾ പേരിട്ടാൽ ഞങ്ങൾ അതിന് കുറ്റക്കാരല്ല. അത് അടിമയല്ല, യുദ്ധബന്ദിയാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ട്രീറ്റ്മെൻറ്റ് അന്നത്തെ കാലത്ത് ജയിലില്ലാത്ത ട്രീറ്റ്മെൻറ്റ് എന്താണ്? അത് പേഴ്സണൽ വാല്യൂ കൊടുത്ത് ഒരാളുടെ കൊടുത്തു, അതിനെ വലങ്കൈ ഉടമപ്പെടുത്തിയെന്ന് പറഞ്ഞു. അത് അടിമയല്ല, അത് ബന്ദിയാണ്. ഇന്ന് ബന്ദികൾ ഹറാമാണോ? അല്ല. ഇന്ന് ബന്ദികളെ യുദ്ധത്തിൽ ബന്ദികൾ പിടിച്ചു വയ്ക്കുന്നത് തെറ്റായോ? തിരിച്ചതേയാണ് ചോദിക്കണം. തെറ്റായോ ശിക്ഷയായോ തിന്മയായോ പരലോകത്ത് ശിക്ഷ കിട്ടുന്ന ആയോ ഇന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. എങ്ങനെ പരലോകത്ത് ശിക്ഷയായിട്ട് പറയാൻ പറ്റും? ഒന്നാളെ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അവൻ പിന്നെ തിരിച്ച് യുദ്ധത്തിന് വരത്തില്ലേ? അതങ്ങനെ തെറ്റാവുന്നത്? അത് യുദ്ധത്തിന് വന്നാൽ കൊല്ലപ്പെടും. യുദ്ധത്തിൽ കൊല്ലുന്നത് തെറ്റാണോ? അത് പറയും. ഇതിൽ നല്ലത് ലേഖത്തിൽ അങ്ങനെ ചോദിക്കുന്നതായിരുന്നു. യുദ്ധത്തിൽ വരുന്ന ആളെ കൊല്ലുന്നത് തെറ്റായോ തിന്മയായോ അരുതാത്തതായോ പരലോകത്ത് ശിക്ഷ കിട്ടുന്നതായോ മോശപ്പെട്ട ഒരു കാര്യമായോ അത് ഇല്ലാതായി പോകേണ്ട ഒരു സിസ്റ്റമായോ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാർ അട്ടഹസിച്ചിരിക്കും. അതേ ചോദ്യം തന്നെയാണ് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ വരുന്നവരെ അവർ തോറ്റു കഴിഞ്ഞാൽ അവരെ പിടിച്ച് വെക്കുന്നത്, ബന്ദിയായിട്ട് വെക്കുന്നത്. ഇപ്പോൾ ജനീവ കരാർക്ക് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കാം. യുദ്ധത്തിൽ വരുന്നവരെ ബന്ദിയായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ അത് തെറ്റായോ? ജനീവ കരാർ പറയുന്നത് തെറ്റാന്ന്. ആ ശിക്ഷ ലഭിക്കുന്ന കാര്യമായിട്ട് ജനീവ കരാർ പറയുന്നുണ്ട്. ഇല്ല. വ്യത്യാസം, ഇത് സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഇന്നത്തെ കാലത്ത്, അന്നത്തെ കാലത്ത് അത് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി. അതിന് വാല്യൂ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾ അടിമയെന്ന് വിളിക്കുക, എന്താണ് വിളിക്കുക? ഇസ്ലാം അത് അടിമയെന്ന് വിളിച്ചിട്ടില്ല. അവർ യുദ്ധബന്ദികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലം കൈ ഉടമപ്പെടുത്തിയവർ, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടവർ, അവർ നല്ലവരെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് 4 തെറ്റാണ്. ചോദിച്ചത് ഇസ്ലാം തെറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള അടിമത്തം, നിങ്ങൾ ശരിക്കുള്ള അടിമത്തം ഞാൻ അതിന് മുമ്പ് പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരുപാട് ടൈപ്പ് അടിമത്തം പറഞ്ഞു. അതെല്ലാം ഇസ്ലാം തെറ്റായി തന്നെ പറഞ്ഞു, അതെല്ലാം തിന്മയായി തന്നെ പറഞ്ഞു, അരുതാത്തതായി തന്നെ പറഞ്ഞു, പരലോകത്ത് ശിക്ഷ കിട്ടുന്നതായിട്ട് പറഞ്ഞു. ഞാൻ പരലോകത്ത് അവർക്ക് വേണ്ടി ഞാൻ വാദിക്കുന്നതാണ് പറഞ്ഞത്. സ്വതന്ത്രനായ ഒരു ആളിനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹദീസ് ബുഹാരി 2227, അതിനകത്ത് ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, കടത്തിനോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അവനെതിരായിട്ട് പരലോകത്ത് ഞാൻ പറയുമെന്ന് പറഞ്ഞു. അപ്പം പരലോക ശിക്ഷ കിട്ടുന്ന സാധനം തന്നെ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇല്ലാതായി പോകുന്ന സിസ്റ്റമാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അടിമത്തം ഇല്ലാതാക്കി, നിങ്ങൾ ശരിക്കുള്ള അടിമത്തം ഇല്ലാതാക്കി, പിന്നെ ഈ സിസ്റ്റവും ഇല്ലാതായി പോകേണ്ട കാര്യം തന്നെയാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ടാണ് ബന്ദികളെപ്പോലും മോചിപ്പിക്കാൻ ഒരുപാട് സ്റ്റെപ്സ് എടുത്തത്. അതിൻ്റെ പേരിൽ ഒരുപാട് പേര് മോചിപ്പിക്കപ്പെട്ടത്. അവസാന പ്രവാചകൻ്റെ കാലത്ത് അതിൻ്റെ കയ്യിൽ പോലും ഒരു യുദ്ധബന്ദി ഇല്ലാതിരുന്നതും അത് മോശപ്പെട്ട കാര്യമായി ഇല്ലാതായി പോകേണ്ട കാര്യം. മോശപ്പെട്ടെന്ന് പറഞ്ഞാൽ ഔട്ട്റൈറ്റായിട്ട് അത് ബാൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ഫേസ്ഡ് മാനറിൽ ചെയ്യണം. തൽക്കാലത്തേക്ക് അവർ യുദ്ധത്തിന് വരാതിരിക്കാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ അതേ ശക്തിയോടെ തിരിച്ചു വരും. ആ ഒരു പീരീഡ് ഇല്ലാതാവുന്നവരെയും വാല്യൂ ഉള്ളതുകൊണ്ട് ആൾക്കാരെ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാറിൻ്റെ ഇതുപോലെ നിങ്ങളുടെ ഡീസൽ കാറെല്ലാം ഇന്ന് ബാൻഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ നഷ്ടപ്പെടും. അതിനും കൂടെ ആൻസർ പറഞ്ഞുകൊണ്ട്, അതിനെ മനസ്സിൽ കണക്കിലെടുത്തുകൊണ്ട്, അവർക്ക് പ്രശ്നം വരാത്ത രീതിയിൽ അവർ തന്നെ മനസ്സ് അറിഞ്ഞ് അവരെ മോചിപ്പിക്കുന്ന രീതിയിൽ എല്ലാ സാധ്യതകളും എല്ലാ വഴിയും അവർക്ക് തുറന്നു കൊടുത്തു അവരെ ഇന്ന് മോചിപ്പിക്കാനായിട്ട് അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുകയും ചെയ്തു, മാറുകയും ചെയ്തു. ഇതാണ് ലിയാഖത്തിലൂടെ ഈ ക്ലിപ്പിനുള്ള മറുപടി. ഇനിയുള്ള ക്ലിപ്പിനൊക്കെ ഷോർട്ട് പറഞ്ഞു പോയാലേ എല്ലാ ക്ലിപ്പിനും മറുപടി പറയാൻ പറ്റത്തുള്ളൂ. കോമൺ ആയിട്ടുള്ളതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കുക. നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം, ഒരു സ്വതന്ത്രനായ ഒരു വ്യക്തിയെ യുദ്ധബന്ദിയിലൂടെയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ഒരു സ്വതന്ത്രനായ വ്യക്തിയെ ഏതെങ്കിലും രൂപത്തിൽ അടിമയാക്കുന്നത് ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. തമാശ പറയല്ലേ ബാസിലെ? ബഡായി മുഹമ്മദ് നബി അടിമകളാക്കിയവരെല്ലാം അടിമകളും സ്വതന്ത്രരായിരുന്നു. മുഹമ്മദിന്റെ കാലത്തും തുടർന്നു. ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിൽ അടിമകളാക്കപ്പെട്ട മനുഷ്യരിൽ 99.9% ആളുകളും സ്വതന്ത്രരായി ജീവിക്കുന്ന ജനസമൂഹമായിരുന്നു. കൈ പറഞ്ഞു കയറിപ്പോന്ന്. പിന്നെ ഇവിടുന്നും സമ്മാനമായിട്ട് സ്വീകരിച്ച അടിമ സ്ത്രീകളും, അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പണം കൊടുത്ത് വാങ്ങിയവരും, എക്സ്ചേഞ്ച് അടിച്ചവരും, ഷെയർ ഇട്ട് അടിമകൾ വാങ്ങിയവരും ഒക്കെ വേറുണ്ട്. ചന്തയിൽ നിന്ന് വാങ്ങിയതല്ല ഞാൻ പറയുന്നത്. നിലവിൽ അടിമകളായിരുന്ന ചന്തയിൽ നിന്ന് വരുന്ന അടിമകളല്ലാതെ മുഹമ്മദ് അടിമകളാക്കി പിടിച്ച മനുഷ്യരെല്ലാവരും സ്വതന്ത്രരായി ജീവിക്കുന്ന മനുഷ്യരായിരുന്നു. ഗോത്രങ്ങളിൽ കുടുംബം. ഓക്കെ, അടുത്ത ക്ലിപ്പ് കേട്ടല്ലോ. ഇതിൽ ബാസിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതാണ് ബാസിൽ അതിനകത്ത് പറയുന്നത്. സ്വതന്ത്രനായ ഒരു വ്യക്തിയെ നിങ്ങൾ അടിമയാക്കാൻ പറ്റത്തില്ല. ഇതിന് തെളിവ് ബുഹാരി 2227. ഇതാണ് ഇപ്പോൾ ഒരു അടിയായിട്ട് വന്നേക്കുന്നത്. ഈ ഹദീസ് ഇവർ ഇതിനു മുമ്പ് ഒന്നും കേട്ടിട്ടുമില്ല,
വെച്ച് അലക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് എടുത്തിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് അതോടെ ഇവിടെ മൊത്തം അടിമ കച്ചവടം, ഇവരുടെ കച്ചവടം, അടിമ വെച്ച് ഇവരുടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്, യൂട്യൂബ് കച്ചവടം, അടിമ സിസ്റ്റം വെച്ചിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അടിമ പറഞ്ഞ് ഇവരെ നടത്തിക്കൊണ്ടിരുന്ന യൂട്യൂബ് കച്ചവടം മൊത്തം ഏതാണ്ട് പൂട്ടാറായ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹദീസ് എടുത്തിട്ടപ്പോഴത്തേക്ക് അവർക്ക് ഒന്നും പറയാൻ പറ്റാതായിപ്പോയി. സ്വതന്ത്രൻ, അതായത് അടിമ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനായ ആളിനെ പിടിച്ച് അടിമയാക്കുന്നതാണ് അടിമ എന്ന് പറയുന്നത്. അത് ഇസ്ലാം ആ വേരോട് അന്നേ അറുത്ത് കളഞ്ഞു. ഇപ്പം എത്രത്തോളം മാനവികമാണ്, എത്രത്തോളം ഈ അടിമ എന്നുള്ള സിസ്റ്റത്തെ ഇസ്ലാം കണ്ടിരുന്നു. അന്നത്തെ കാലത്ത് നടന്ന എല്ലാം ഇങ്ങനെയുള്ള സ്വതന്ത്ര ആൾക്കാരെ പിടിച്ച് വയ്ക്കുന്നത്, യുദ്ധത്തിലെ ബന്ദികളും അടിമ എന്ന് പറഞ്ഞാൽ അടിമകളായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അവരുടെ ട്രീറ്റ്മെൻറ്റിൽ അവർ അടിമകളായിരുന്നു. ഇസ്ലാം ട്രീറ്റ്മെൻറ്റിൽ പോലും അന്നത്തെ ആൾക്കാർക്ക് അടിമകൾ കൊടുത്ത ട്രീറ്റ്മെൻറ്റ് അല്ല ഇസ്ലാം കൊടുത്തത്. ഇന്നത്തെ ജയിലിനെക്കാട്ടി എത്രയോ ഉയർന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അവർക്ക് കൊടുത്തത്. അതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, വീണ്ടും പറയുന്നില്ല. അപ്പം ആ അടിമത്വം എല്ലാം ഇസ്ലാം നിരോധിച്ചു. നമ്മൾ പറഞ്ഞു, എൻ്റെ നേരത്തെ ക്ലിപ്പിൽ പറഞ്ഞു, എന്തെല്ലാം അടിമത്വം അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു എല്ലാം ഇല്ലാതെ യുദ്ധബന്ധി എന്നുള്ളത് അത് അടിമത്വം അല്ല, അത് അനുവദിച്ചു. അത് നിർത്തണമെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പോയി ആരെയും കൊല്ലരുത് എന്ന് പറയുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു. അതാണ്. അപ്പം ഈ ഹദീസ് എടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് ഇവർക്ക് ഉത്തരവില്ല. അതിന് ഒരു വളിച്ച ചിരിയാണ് ആദ്യം ചിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഹദീസ് വന്ന് ഇവിടെ കഴുത്തിലേക്ക് പഠിക്കാൻ പറഞ്ഞത് ഇപ്പോൾ ലിയാഖത്തിലേക്ക് പഠിക്കാനാണ് നമ്മൾ ഇട്ടുവരുന്നത്. ഇതെങ്ങനെ ഇതിനിപ്പം നിങ്ങൾ പ്രതിരോധം തീർക്ക്, ഈ ഹദീസിന് നിങ്ങൾ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനകത്ത്. ലിയാഖത്തിൽ എന്ത് പറയുന്നു? പ്രവാചകൻ അടിമപ്പെടുത്തിയ ആൾക്കാരെല്ലാം സ്വതന്ത്രരായിരുന്നു. സ്വതന്ത്രം ഉദ്ദേശിക്കുന്ന ആരാ? യുദ്ധത്തിൽ വന്നവരെല്ലാം സ്വതന്ത്രരാണ് എന്നതാണ് അദ്ദേഹം ലിയാഖത്തിൽ പറയുന്നത്. അതായത് യുദ്ധത്തിൽ വരുന്നവരെല്ലാം സ്വതന്ത്രരായിരുന്നല്ലോ അതിന് മുമ്പ്, യുദ്ധത്തിൽ വന്നു അടിമകളാക്കി. അപ്പം പ്രവാചകൻ മുഹമ്മദ് നബി സ്വതന്ത്രരായ എല്ലാം അടിമകളാക്കി. ഇതിനാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത്. സ്വതന്ത്രനായ ഒരു വ്യക്തിയെ ജയിലിൽ പിടിച്ചിടുന്നുണ്ട്. ഒരാൾ മോഷ്ടിച്ചു, അയാളെ പിടിച്ച് ജയിലിലാക്കി. അപ്പോൾ നമ്മൾ പറയാണ്, ലിയാഖത്തിൽ പറയാണ്, കണ്ട അയാൾ സ്വതന്ത്രമായിട്ട് നടന്നിരുന്ന ആൾ, അയാളെ പിടിച്ച് ജയിലിലാക്കിയില്ലേ? അപ്പം അതിൻ്റെ നടുക്ക് മോഷണം എന്നുള്ള സംഭവം ഉണ്ട്. അതെന്താ നോക്കാത്തത്? മോഷണം ചെയ്തുകൊണ്ടല്ല ആക്കിയത്, മറ്റൊരു യുദ്ധത്തിൽ വന്നുകൊണ്ടല്ല അയാളെ ബന്ദിയാക്കിയത്. യുദ്ധത്തിൽ വന്നാൽ ഒന്ന് കൊല്ലപ്പെടല്ല ബന്ദിയാക്കും. ഇതല്ല അതിൻ്റെ സിസ്റ്റം ഉള്ളത്. അപ്പം ഇവർക്ക് ഇതിന് ഉത്തരവില്ല. ആ വളിച്ച ചിരിയും അതൊന്ന് ഒരുമാതിരി ആക്കി നോക്കാനും, പിന്നെ തനിക്ക് വലിയ സംസാരിക്കാനുള്ള കഴിവുണ്ട്, ആൾക്കാരെ പറ്റിക്കാൻ പറ്റും, അത് കുറച്ച് പേരെങ്കിലും തലയാട്ടാൻ ആൾക്കാരുണ്ട് എന്നുള്ള ഇതിലാണ് ഞാൻ വലിയ സംസാരിക്കാൻ കഴിവുള്ള ആളാണെന്നൊക്കെ കഴിഞ്ഞതിനകത്ത് പറഞ്ഞാൽ ട്രെയിനിങ് പോയിരുന്നെങ്കിൽ വേറെ വലിയ ആളായനെ, ഇതിനകത്തൊന്നും വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇതിൻ്റെ ലക്ഷ്യം ഇസ്ലാമിൻ്റെ അഹങ്കാരം തീർക്കുകയാണെന്നുള്ളതെല്ലാം എന്തെല്ലാം പറഞ്ഞ് തലയിൽ കിളി പോയി. ഇതൊക്കെ ഓരോന്നോരോന്നോരോന്ന് സ്വന്തം ബടായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബാസിൽ പറയുന്ന ബടായിയാണ്, ഇത് ലിയാഖത്തിൽ പറയുന്നതാണ് ബടായി. വേറൊരു വങ്കത്തരാണ് പറഞ്ഞേക്കുന്നത്. തലയ്ക്കകത്ത് കളിമണ്ണാണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ പോലും ഇത്രയും മോശം ഒരു ഇത് പറയത്തില്ല. യുദ്ധത്തിന് വന്നവരെ പിടിച്ച് കഴിഞ്ഞാൽ സ്വതന്ത്ര വ്യക്തിയെന്ന് എങ്ങനെ പറയാൻ പറ്റും? ആ തെറ്റ് ചെയ്തുകൊണ്ടാണ് പിടിക്കുന്നത്. എങ്ങനെയാണോ അയാൾ മോട്ടിച്ചനെ ജയിലിൽ പിടിച്ചിടുന്നത്, മോട്ടിച്ചനെ ജയിലിൽ പിടിച്ചിടുമ്പോൾ എങ്ങനെയാണോ അയാൾ സ്വതന്ത്രനായ ആളെന്ന് പറയാത്തത്, അതേപോലെയാണ് യുദ്ധത്തിന് വന്ന ആളിനെ പിടിക്കത്തില്ല. യുദ്ധത്തിൽ വരാതെ ചുമ്മാ പോയ ആളെ പിടിച്ച് നിർത്തിയോ, കയ്യൊക്കെ കാരണം പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞോ? ഇല്ല. യുദ്ധത്തിന് വന്ന ആൾക്കാരെയാണ് ബന്ദികളാക്കിയേക്കുന്നത്. അത് അല്ലാതെ ഒരാളെ പോലും ബന്ദികളാക്കിയിട്ടില്ല. പൈസയ്ക്കോ മറ്റെന്തെല്ലാം രീതികളുണ്ടോ നേരത്തെ പറഞ്ഞില്ലേ, ആ രീതികളിലൊന്നും ഒരാളെ പോലും ആക്കിയിട്ടില്ല. ഇത് വെറുതെ ലിയാഖത്തിൽ ഒന്ന് കുഴച്ച് വെച്ച് ആൻസർ പറയാൻ നോക്കുന്നു. അത് നടന്നില്ല, അത് ചീറ്റിപ്പോയി. അപ്പോൾ അത്രയുള്ള അടിമത്തം. ഇത് കാരണമാണ് ലിയാഖത്തിൽ മതം വിട്ടത്. ഇപ്പോൾ മനസ്സിലാക്കിയോ? അടിമത്തം മാനവികമല്ലോ എന്ന് കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഉണർന്നപ്പോഴത്തേക്ക് മനസ്സിലായി അടിമത്തം ഹലാലല്ല, അപ്പോഴേ മതം വിട്ടു. ഇതിനൊക്കെ കഥകൾ പിറയിൽ ഒരുപാട് കാണും. ഒരാൾ മതം വിടുന്നതിന് 1008 പ്രശ്നങ്ങൾ വീട്ടിൽ നടന്നു കാണാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. പക്ഷേ പറയുന്നത് ഇസ്ലാമിൻ്റെ ഈ അടിമത്തം തന്നെ ഇതാക്കി. ജബ്ബാർ മാഷ് പറയും, എനിക്ക് ഈ ആയത്ത് എനിക്ക് മനസ്സിലായി, വേറെത്തൊന്ന് പറയാൻ എനിക്ക് ആ ആയത്ത് എനിക്ക് മനസ്സിലായില്ല. ചുമ്മാതെ ബടായി പറയുന്നത് വെറുതെ. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ സമ്മാനം കിട്ടിയെന്നൊക്കെ കുറിച്ച് നമ്മളെല്ലാം പറഞ്ഞു. മരത്തിലേക്ക് പറ്റി എന്താണ് ആ സംഭവം എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ എവിടേക്കാണ് പറഞ്ഞു പോകുന്നത് അതാണ് നമ്മളും ചോദിക്കുന്നത്. ലിയാഖത്തിൽ ഇത് എങ്ങോട്ടാണ് മെഴുകി കൊണ്ടുപോകുന്നത്? പോയി ലിയാഖത്തിൽ കൈവിട്ടുപോയി, അടിമത്തം നിങ്ങളുടെ കൈവിട്ടുപോയി. ഇനി വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറ, വേറെ വല്ല പുതിയ സംഭവങ്ങൾ എടുത്ത് വെച്ച് ഇസ്ലാമിനെ അതിൻ്റെ അഹങ്കാരം തീർക്കാൻ നോക്ക്. അടിമത്തം നിങ്ങളുടെ കൈവിട്ടുപോയി. ഓക്കെ. ഗോത്രങ്ങളിൽ സകുടുംബം കിടന്നുറങ്ങിയ ഗോത്രങ്ങളെ വരെ ആക്രമിച്ച് അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയും വീതം വെച്ച് സ്വന്തം അണികൾക്കിടയിൽ വിതരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലിപ്പ് കേട്ടല്ലോ, ഇത് അടുത്ത നുണയാണ്. അതായത് ഈ വീഡിയോയിൽ തുടക്കത്തിൽ ലേഖത്തിൽ പറയുന്നുണ്ട്, ഞാൻ ബാസിൽ നുണ പറയുന്നുണ്ട്, ബടായി പറയുന്നുണ്ട്, നിങ്ങൾ എണ്ണിക്കോ, എനിക്കിതെല്ലാം കൂട്ടിയാൽ കൂടത്തില്ല എന്നുള്ളത് ലേഖത്തിൽ പറയുന്നു. അതേപോലെ നമ്മളും പറയുന്നു. ഇതിനകത്ത് ലേഖത്തിൽ പറഞ്ഞ നുണ എത്രയാണെന്ന് എണ്ണാൻ സമയമുള്ളവർ എണ്ണിക്കോ. നമ്മളെ കൊണ്ട് എണ്ണാൻ പറ്റും എത്ര നുണയാണെന്ന്. പറയുന്ന ഓരോ വാക്കും നുണയാണ്, ഓരോ ലൈനും നുണയാണ് എന്ന് നമ്മൾ തെളിയിച്ചു. ഓരോന്ന് നിരുത്സാഹപ്പെടുത്തി അത് നുണയാണ്, പെടുത്തിയില്ല എന്ന് പറഞ്ഞ നുണയാണ്, ഹറാമാക്കിയില്ല അത് നുണയാണ്, എല്ലാ സാധ്യതകളും യൂസ് ചെയ്തു അത് നുണയാണ്, എല്ലാം നുണയാണെന്ന് കുട്ടിക്ക് അതിൽ വലിയൊരു ഭീമൻ നുണയാണ് അടുത്തത് പറയുന്നത്. അതായത് ഉറങ്ങിക്കിടന്ന ആൾക്കാരെ പോയി പിടിച്ച് അടിമയാക്കി. ഇത് നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോ, അതായത് ഇതിന് മുമ്പ് ലിയാഖത്ത് അലിയുടെ 5-1 കോമഡി എന്നുള്ള ആ ഇതിനകത്ത് ഈ സംഭവം ഇതേ ആരോപണം അവിടെ വയ്ക്കുന്നുണ്ട്. അതിന് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അത് റിപ്പീറ്റ് ചെയ്യാം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ബനു മുസ്തലിഖ് ഗോത്രത്തിനെ പോയി ആക്രമിക്കുന്നതാണ് ഇതിനകത്ത് സംഭവം. നിങ്ങൾ ആ ഒരു ഹദീസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ
ബനു മുസ്തലിക്കിനെ രാത്രിയിൽ പോയി അല്ലെങ്കിൽ പ്രഭാതത്തിൽ പോയി അവരെ ആക്രമിച്ചു എന്ന് വരും. ഇതാണ് എടുത്ത് പറയുന്നത്, രാത്രി പോയി അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ പോയി ആക്രമിച്ചു എന്നുള്ളത്. എത്രത്തോളം ഇവർ ഇരട്ടത്താപ്പ് കാണിക്കുന്നു, ഇവർ എത്രത്തോളം ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അറിഞ്ഞുകൊണ്ട് എന്തെല്ലാം കാണിക്കുന്നുള്ളതിനൊരു തെളിവാണ് ഇത്. ഇതെല്ലാവരും ഇത് ലിയാഖത്ത് പറയുന്നുണ്ട്, ആരിഫും പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ബനു മുസ്തലിക് ഗോത്രക്കാർ മദീനയെ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നു. അവരുടെ ആയുധങ്ങളും മൃഗങ്ങളെല്ലാം സജ്ജരാക്കി വെച്ചേക്കുന്നു, മദീനയെ നമ്മൾ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ വിവരം കറക്റ്റായിട്ട് പ്രവാചകന് കിട്ടും. അത് ഇൻ്റലിജൻസ് ഒക്കെ വളരെ ശക്തമായിരിക്കും. നിങ്ങൾ പറയുന്നത് പോലെ സുഖലോലുപതയിൽ ജീവിക്കുന്ന ആളോ അങ്ങനെ ഒന്നും അല്ലാതെ പെർഫെക്റ്റായിട്ട് ഇതേപോലെ ഒരു ഭരണാധികാരി, ഇതേപോലെ ഒരു യോദ്ധാവ്, അതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് പ്രവാചകൻ്റെ സവിശേഷ ഗുണങ്ങളെന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് നോക്കുക. യോദ്ധാവ് എന്ന് മാത്രം എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് അതിനകത്ത് ഒരു 20 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഒരു പടയാളി എന്നുള്ള രീതിയിൽ, ഒരു യോദ്ധാവ് എന്ന രീതിയിൽ എങ്ങനെയായിരുന്നു പ്രവാചകൻ എന്നുള്ളത് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ വരുന്നത്, ഭരണാധികാരി എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തമുള്ള ആൾ എങ്ങനെയെല്ലാം ചെയ്യണം അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് കണ്ടുപിടിക്കും അവർ ചെയ്യുന്നുണ്ടെന്നുള്ളത്, എന്താണ് ഇവർക്കെതിരെ ചെയ്യുന്നുള്ളത് ഇൻഫർമേഷൻ കിട്ടും. അപ്പം എന്ത് ചെയ്യുന്നു വെച്ചാൽ അയാളിനെ തന്നെ തിരിച്ചു വിട്ടിട്ട് പറയും, പോയി അവിടെ എങ്ങനെയെങ്കിലും അവരടുത്ത് പറഞ്ഞ് ഒന്ന് ഡിലേ ചെയ്യിക്കണം. ഇമ്മീഡിയറ്റായിട്ട് അവർ ചെയ്യാൻ ഇന്ന് രാത്രി അടിക്കുന്നുള്ള രീതിയിൽ അവർ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരെ പറഞ്ഞ് ഒന്ന് ഡിലേ ചെയ്യിക്കണം, അപ്പോഴത്തേക്ക് ഞാൻ റെഡിയായിട്ട് വന്നോളാന്ന് പറഞ്ഞത്. ഈ ആൾ പോയിട്ട്, ഈ സഹാബി പോയിട്ട് അവിടെ പറഞ്ഞ് ആ ബനു മുസ്ലിം ഗോത്രത്തെ തലവൻ്റെ സംസാരിച്ചിട്ട്, ഞാനും മുഹമ്മദിനെതിരെയുള്ള ആളാണ് വസല്ലം, ഇതിനെതിരെ ആളാണ്, ഞാനും എൻ്റെ ആൾക്കാരെല്ലാം ഉണ്ട്, ഞാൻ എൻ്റെ ആൾക്കാരെയും കൊണ്ടുവരാം, നമുക്ക് ഒന്നിച്ച് പോയി ആക്രമിക്കാമെന്ന് പറഞ്ഞ് പതുക്കെ ഡീവിയേറ്റ് ചെയ്ത് ആ ഡിലേ ചെയ്യുന്ന സമയം കൊണ്ട് മദീനയിലെ ആൾക്കാർ റെഡിയാക്കിയിട്ട് പോയിട്ട് തിരിച്ച് അങ്ങോട്ട് യുദ്ധം ചെയ്യുന്നതാണ് ഈ രാത്രികാലം അടിച്ചെന്ന് പറയുന്നത്. എത്ര ഉളുപ്പില്ലാത്ത സംസാരങ്ങളാണ് ഇതൊക്കെ, എത്ര കള്ളം പറയാൻ ഒരു മടിയില്ലാത്ത ലിയാഖത്ത്. രാത്രി പോയി ബനു മുസ്ലിം നിങ്ങൾ ഏത് സീറാബൊക്കെ എടുത്ത് നോക്കുക, അതിനകത്ത് ഇതാണ് സംഭവം. അവർ ഹദീസ് നോക്കുമ്പോഴത്തേക്ക് രാത്രി ആക്രമിച്ചെന്ന് മാത്രമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ പ്രഭാതത്തിൽ ആക്രമിച്ചെന്ന് മാത്രമേ കാണത്തുള്ളൂ. അതിൻ്റെ ബാക്കിലെ സംഭവം നിങ്ങൾ എന്താണെന്ന് തേടി പിടിക്കണം. ഒരു ഹദീസ് എടുത്ത് വെച്ചിട്ടൊന്നും ഒരു വിമർശനം ചെയ്യുന്നത് ശരിയല്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സംഭവങ്ങൾ കാണും. അത് നോക്കി അത് കോർത്തിണക്കി വേണം എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ. സാധാരണ ക്രിസ്തങ്കികൾ ഇവരെല്ലാം ചെയ്യുന്ന ഒരു ഹദീസ് എടുക്കുക, വായി തന്നത് അവർ എക്സ്പ്ലനേഷൻ അവരായിട്ട് തരിക. അപ്പോൾ ബനു മുസ്തലിക്ക് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ അവരെ പ്രതിരോധിക്കുക എന്നുള്ളത് ഏത് രാഷ്ട്രത്തിൻ്റെയും കടമയാണ്. അപ്പോൾ ഇന്ത്യ പോയിട്ട് പാകിസ്ഥാനിൽ ഇത് ചെയ്തെന്ന് പറഞ്ഞില്ല, എന്താണ് സർജിക്കൽ സ്ട്രൈക്ക് എന്നെല്ലാം പറഞ്ഞ് ചെയ്തു. പക്ഷേ അവർ പറയുന്നത് അവരുടെ മരങ്ങളാണ് കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞ് അവർ കേസ് കൊടുത്തു. അതെന്തോ ആവട്ടെ, എന്തായാലും സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി ചെയ്തില്ല. തീവ്രവാദികൾ വരെ അടിക്കാൻ വരുന്നു, അവരടിക്കുന്നതിന് മുമ്പ് നമ്മൾ പോയി അടിക്കുക എന്നുള്ളത് അത് എല്ലാ രാഷ്ട്രവും ചെയ്യുന്നതാണ്. അതാണ് ഇവിടെ സംഭവം. ഇത് മറ്റൊരു നുണയാണ്, എമണ്ടെന്ന നുണയാണ് ലേഖത്തിലുള്ളത്. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണത്. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കുക, ഒരു സ്വതന്ത്രനായ വ്യക്തിയെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടോ കടത്തിന്റെ പേരിലോ അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ അടിമയാക്കുന്നത് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അങ്ങനെയുള്ള ആളുകൾക്കെതിരെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ സാക്ഷി പറയുമെന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു വാതിൽ ഇസ്ലാം അടച്ചിട്ടുണ്ട്. ഒരു വാതിൽ അടച്ചിട്ടുണ്ട് പോലും. കടം കൊണ്ട് പൊറുതി മുട്ടിയ ആളെ അങ്ങനെ പിടിച്ചുകൊണ്ട് അടിമയാക്കാൻ പറ്റൂല എന്ന് പറയുന്നത്. അതിനർത്ഥം സ്വതന്ത്രരായ മനുഷ്യരെ മുഴുവൻ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രനെയും അടിമയാക്കാൻ പാടില്ല എന്നാണോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് വാദം. മുഹമ്മദ് അടിമയാക്കിയവരെല്ലാം സ്വതന്ത്രരായിരുന്നു. പിന്നെന്താണ് വാതിലടച്ചു എന്ന് പറയുന്നത്? യുദ്ധത്തിലൂടെ മീൻസ് ശക്തി പ്രയോഗിച്ച് ആക്രമിച്ച് കൊള്ള ചെയ്ത് അങ്ങനെ തന്നെ അടിമകൾ ഉണ്ടാക്കിയത് മുഹമ്മദ്. വില കൊടുത്തു വാങ്ങിയ അടിമകൾ പോലും കുറവായിരുന്നു, വിൽപ്പനക്കാരായിരുന്നു കൂടുതലായിട്ടും. ഇസ്ലാമിക സ്ലേവറി നിങ്ങൾ പരിശോധിച്ചാൽ ആക്രമിച്ച് പിടിച്ചെടുക്കുന്ന അടിമകളെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക എന്ന ഏർപ്പാടിലായിരുന്നു കൂടുതൽ ഇവരുണ്ടായിരുന്നത്. അടിമകളെ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഇവരാണ് കൂടുതലായിട്ടും. ഇസ്ലാമിന്റെ കാലത്ത് അറേബ്യയിൽ അടിമകളെ ഉൽപ്പാദിപ്പിച്ചിരുന്നത് സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന ഗോത്രങ്ങളെ പോയി ആക്രമിക്കുക, അവിടെ കൊള്ള ചെയ്യുക, അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ പിടിക്കുക, എന്നിട്ട് അവരെ വീതം വെച്ചെടുക്കുക. അവനവന്റെ ഓഹരി 5 അള്ളാഹു റസൂലിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ 100 അടിമകളെ പിടിച്ചാൽ 20 അടിമകൾ അള്ളാഹു റസൂലിനുള്ളത്. അള്ളാഹു റസൂലിൽ നിന്നാണ് മോമന വിക്കുള്ളത്, ബാക്കിയുള്ളതാണ് വീതം വെക്കുക. അപ്പൊ ആരെങ്കിലും ഇപ്പൊ നമ്മുടെ ശുക്കൂർ വരിക്കോടിന് ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഡെത്ത് ബോണ്ട്. അപ്പോൾ അടുത്ത ക്ലിപ്പും കേട്ടല്ലോ. ഇതിനകത്ത് ഒരു വാതിലടച്ചു എന്ന് ബാസിൽ പറയുന്നത് എന്താ പറയുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെയാണ് ലേഖത്തിൽ മറുപടി പറയുന്നത്. ആ ഒരു വാതിലടച്ചു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സ്വതന്ത്രനായ വ്യക്തിയെ പിടിച്ചാക്കരുത് എന്ന വാതിലടച്ചു എന്നാണ് ബാസിൽ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ബുഹാരി 2227, അത് തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ട് സ്വതന്ത്രനായ വ്യക്തി പിടിച്ചാക്കാൻ പാടില്ല എന്ന ഒരു വാതിലടച്ചു എന്നുള്ളത് ആ ഒരു വാതിൽ എന്നല്ല, ആ ഒരു സംഭവമേ പാടില്ല എന്ന് പറഞ്ഞതാണ്. അല്ല ഡെഡ് ബോണ്ടിൻ്റെ കാര്യമല്ല അവിടെ പറയുന്നത്. സ്വതന്ത്രനായ ഒരാളെ പിടിച്ചാക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് എന്താ പറയുന്നത് പോലും ഞാൻ പറഞ്ഞ കിളി പോയി കിടക്കുകയാണ്. ഈ അടിമത്തത്തിൽ ആ കൂടെ ഉണ്ടായിരുന്ന അവരുടെ ഒരു പിടിവള്ളിയായിരുന്നു, അതും കൈവിട്ട് പോയതിൻ്റെ ആ പതർച്ചയൊക്കെ ഇതിനകത്ത് കാണാം. ആ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിനകത്തൊക്കെ ഫോഴ്സ് കുറഞ്ഞു വരുന്നതും ആ പിടുത്തം വിട്ടു പോകുന്നതൊക്കെ കാണാം ഈ 2 ഉത്തരങ്ങളിലും. ഇതിന് മുമ്പുള്ള ക്ലിപ്പിലും ഇതിലും ലേഖത്തിൽ പറയുന്നത് ഉരുണ്ട് കളിക്കുന്നതായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വാതിലടച്ച് ഈ ഹദീസ് അവർക്ക് ഒരു എന്താണ് അവരുടെ എന്താ പറയേണ്ടത്, അവർ വിചാരിച്ചില്ല. അവരുടെ കടക്കിൽ കത്തിവെക്കുന്ന ഒരു ഹദീസാണ്. സ്വതന്ത്രനെ പിടിച്ചാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ആയിക്കഴിഞ്ഞു. എല്ലാ രീതിയിലുള്ള അടിമത്വവും ഇസ്ലാം ഇല്ലാതാക്കി എന്ന് തന്നെയാണ് അർത്ഥം. പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുന്നത്
അവരാക്കിയതെല്ലാം സ്വതന്ത്രനെയാണ്. എങ്ങനെ ഈ മോട്ടിച്ചാളെ ജയിലിൽ പിടിച്ചാക്കുന്ന പോലെ. മോട്ടിച്ചാൾ സ്വതന്ത്രനായിരുന്നല്ലോ നേരത്തെ. അപ്പോൾ യുദ്ധം ചെയ്യാൻ വരുന്നൊരു സ്വതന്ത്രനായിരുന്നു. യുദ്ധം ചെയ്യാൻ വന്നാൽ ബന്ദികളാക്കും. അതുള്ളതാണിത്. അപ്പം അതിനകത്ത് അവർക്ക് ഉത്തരവില്ല. അത് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ്. സ്വതന്ത്രനാണ്, വരുന്നവരെല്ലാം സ്വതന്ത്രനാണ്. കേൾക്കുന്നവർ കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവരാണ്. അതെല്ലാം ഇത് കേൾക്കുമ്പോൾ ഏകത്തിൽ കിടന്ന് മെഴുകാണ്, കിടന്ന് അടിപതറാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുള്ള ബോധം പോലും ഇല്ല. എന്നാലും യൂട്യൂബിൽ വന്നിരുന്നിട്ട് എന്ത് വന്നാലും രാത്രി 9 മണിക്ക് നമുക്ക് വന്നിരുന്ന് കുറേ പേര് കോമാളികൾ കേൾക്കാനുണ്ടെന്നുള്ള ധൈര്യത്തിൽ അടിച്ചു വിടുകയാണ്. അപ്പം ഒരു വാതിലല്ല, എല്ലാ വാതിലും അടച്ചു. അടിമത്തിനുള്ള എല്ലാ വാതിലും അടച്ചു. ബന്ദികൾ എന്നുള്ളത് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് ഇന്നത്തെക്കാളും നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്ന് സ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ്, അന്ന് പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് വിലയുള്ളത്. അത് മാർക്കറ്റിൽ കൊണ്ട് വിറ്റു എന്ന് പിന്നെയും പറയുന്നു. ആ വിലയുള്ളത് കൊണ്ടാണ് പേഴ്സണൽ. ഇന്ന് ഡീസൽ കാറിൻ്റെ ഉദാഹരണങ്ങൾ എടുക്കുക. ഡീസൽ കാർ ഇന്ന് ആരെങ്കിലും വിൽക്കുകയോ ചെയ്താൽ ആരെങ്കിലും കുറ്റം പറയത്തില്ല. എന്ന് വെച്ചാൽ ഇന്ന് ആ സിസ്റ്റത്തോട് പെട്ടെന്ന് അത് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അതൊരു തിന്മയാണ്. ഡീസൽ കാർ കൊണ്ട് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട് ഇന്ന്. പക്ഷേ ഗവൺമെൻറ്റിനും അറിയാം ഒറ്റയടിക്ക് അത് നിർത്താൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സമയത്ത് വിറ്റിരുന്നു. നാളെ ഒരു കാലത്ത് ഒരു 500 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ വന്ന് ഇങ്ങനെ വിമർശിക്കുകയാണ്, കണ്ടോ അന്ന് ഡീസൽ കാർ ഹലാലാണോ ഹറാമാണോ? അപ്പോൾ എല്ലാവർക്കും ഡീസൽ കാറിനകത്ത് പൊല്യൂഷനുണ്ട്, എന്നാൽ അത് ആളുകൾക്ക് ദോഷമാണ്. ഡൽഹിയിലൊക്കെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ടെന്നല്ലേ അറിയാം. എന്തുകൊണ്ട് ഹറാമാക്കിയില്ല ഗവൺമെൻറ്? ഇന്ത്യൻ ഗവൺമെൻറ് എന്തുകൊണ്ട് അത് ബാൻ ചെയ്തില്ല എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ ആ കാലത്തുണ്ടെങ്കിൽ എന്ത് മറുപടി കൊടുക്കുമോ അതേ മറുപടിയാണ് എന്തുകൊണ്ട് ഈ പറഞ്ഞ അടിമ വിക്രയം അവരെ കൈക്കലാക്കി വെച്ചിരുന്നതും അവർ പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ട് വെച്ചേക്കുന്നത് എന്തായിരുന്നുള്ളത് അന്നത്തെ സിസ്റ്റത്തിലും അവർക്ക് വാല്യൂ ആയിരുന്നു. അതായിരുന്നു അവരുടെ ശമ്പളം. ഇതെല്ലാം കൊണ്ടാണ് അത് അവർക്ക് അന്ന് അത് പെട്ടെന്ന് ഒറ്റയടിക്ക് ഹറാമാക്കാത്തത്. പക്ഷേ വേറെ പല രീതിയിലും നിരുത്സാഹപ്പെടുത്തി എന്നുള്ളത് നമ്മൾ ലിസ്റ്റിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഉത്തരം. ഈ ഡീസൽ കാറിനെ നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഈ അന്നത്തെ യുദ്ധബന്ദികൾക്ക് എന്തുകൊണ്ടാണ് കുറേ വാല്യൂ ഉണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് അവർ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നതെന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അതൊരു കാര്യം പറയുന്നുണ്ടോ? ആദ്യം അടിമകൾ ഉൽപ്പാദിച്ചു. എവിടെ ഉൽപ്പാദിപ്പിച്ചു? ഞാൻ പറഞ്ഞില്ല, പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ 5 കിട്ടുമെന്ന് പറയുന്നത്. 100-ന് 20 അടിമ. എത്രയോ അടിമകളെ പിടിച്ചു. ഒരു അടിമത്തെ ഒരാൾക്ക് തന്നെ 7 അടിമ കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. എവിടെ പോയി അവരെല്ലാം? പ്രവാചകൻ ഉണ്ടായിരുന്ന അപ്പോൾ അയാൾക്ക് 7 കിട്ടണമെങ്കിൽ ഒരാൾക്ക്, ബാക്കി എല്ലാവർക്കും പ്രവാചകന് 20 കിട്ടണ്ടേ? 100-ന് 20 പ്രവാചകന് കിട്ടണ്ടേ? എവിടെ പോയി ഓരോ യുദ്ധത്തിന് കിട്ടിയ 20-ൻ്റെ ഒരാൾ പോലും ഇല്ലല്ലോ അവസാനം. ഇതെല്ലാം ഇവർ കള്ളം പറയാന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇതല്ല. പ്രവാചകൻ ഒരു അടിമ പോലും മഫാത്താകുമ്പോൾ ഇല്ലായിരുന്നു. ഈ 100-20 കണക്കൊക്കെ ചുമ്മാതാണ്. നമ്മൾ 5-1 കോമഡി എന്ന് പറഞ്ഞ് താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. 5-1 കോമഡി എന്താണ്? 5-1 എന്നുള്ളത് പ്രവാചകന് മാത്രമല്ല, അത് സ്റ്റേറ്റ് വെൽഫെയറിനും ഉള്ളതാണ്, പാവപ്പെട്ടവർക്കും ഉള്ളതാണ്. ആ 5-1 കിട്ടുന്നത് അള്ളാഹുവിന് പറഞ്ഞാൽ ഇസ്ലാമിക ഗവൺമെൻറ് എന്നാണ് അർത്ഥം. പ്രവാചകൻ്റെ കുടുംബത്തിനും ഉണ്ട്. സക്കാത്ത് നിഷിദ്ധമായ ആൾക്കാർക്കും കൂടാണത്. അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 5-1 എന്നുള്ള കോമഡി എന്ന വീഡിയോ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോ നീണ്ടുപോകും. അപ്പം അതും പൊളിഞ്ഞു. പിന്നെയും രാത്രി കിടന്നുറങ്ങുന്ന, സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന ആൾക്കാരെ പിടിച്ച് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിന് മുമ്പത്തെ ക്ലിപ്പിൽ നമ്മൾ പറഞ്ഞത് ബനു മുസ്തലിഖ് സംഭവമാണ്. അവരാണ് ആക്രമിക്കാൻ വന്നത്. അവരാക്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു പടി മുമ്പേ കയറി മദീന രാഷ്ട്രം പോയിട്ട് അവരെ ആക്രമത്തെ ചെറുത്തു എന്ന് വേണം പറയാൻ. അല്ലാതെ സമാധാനത്തോടെ ഉറങ്ങിക്കിടന്ന ആൾക്കാരെ ചെയ്തല്ല യുദ്ധം വെച്ച്. പിന്നെ കൊള്ള ചെയ്തു, ശക്തി പ്രയോഗിച്ചു, ആക്രമിച്ചു. ഏതാ യുദ്ധത്തിന്? ഈ ബനു മുസ്തലിഖ് സംഭവം തന്നെ എടുക്കുക. ഇതിനാണ് പറയുന്നത് ശക്തി പ്രയോഗിച്ചു, കൊള്ള ചെയ്തു. അതായത് ഒരു യുദ്ധം, അങ്ങോട്ട് വന്ന ഒരു അക്രമത്തെ അതിന് പ്രതിരോധിച്ചുകൊണ്ട് അങ്ങോട്ട് പോയതിനാണ് ഈ വാക്കുകളെ ഉപയോഗിക്കുന്നത്. ശക്തി പ്രയോഗിച്ചു, കൊള്ള ചെയ്തു, ആക്രമിച്ചു. അത് എളുപ്പമല്ലേ? എല്ലാ യുദ്ധത്തിനും ഇങ്ങനെ ഒരു വാക്ക് വെച്ച് ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെ തെറ്റിദ്ധരിവ് എളുപ്പമാണ്. അപ്പോൾ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് പോലെ ആയിരിക്കും. എന്തിനാണ് സർജിക്കൽ സ്ട്രൈക്ക്? അവർ തീവ്രവാദികൾ അവിടെ റെഡിയാവുന്നുണ്ട്, നമ്മളടിക്കാൻ ആ ക്യാമ്പുകളുണ്ട്, അവർ ശല്യം ഉണ്ടാക്കുന്നുണ്ട്, അതേ സമയം നമ്മളെ അറ്റാക്ക് ചെയ്യും എന്നുള്ളതുകൊണ്ട് നേരത്തെ പോയി സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ചെയ്തത് ഇന്ത്യ. ആ കാരണം പറഞ്ഞാണ് ചെയ്തത്. അത് ശക്തി പ്രയോഗിച്ചു, അങ്ങോട്ട് കൊള്ള ചെയ്തു, ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഏകത്തിനകത്ത് കിടക്കും. ഇന്ത്യ ചെയ്തത് കൊള്ളയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സംഭവമാണ് അന്ന് നടന്നത്. ഇവർക്കെല്ലാം ആ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളത്. ഒരു രാഷ്ട്രത്തെ ആക്രമിക്കാൻ വരുന്ന ആൾക്കാരെ പ്രതിരോധിച്ചതിനെ കൊള്ള എന്ന് പറഞ്ഞാൽ ഇവരെ പോലെ രാഷ്ട്രദ്രോഹികളില്ല. അപ്പോൾ അവർ അതേ ഇത് തന്നെ ഇന്ത്യക്കും പറയത്തില്ല. അവർ ഇന്ത്യ പോയി ചെയ്താൽ ഇത് തന്നെ പറയത്തുള്ളൂ. എന്തുകൊണ്ട് അവർ പാകിസ്ഥാൻ ആക്രമിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പോയി അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ പറയും ഇന്ത്യ കൊള്ള ചെയ്തു, ശക്തി പ്രയോഗിച്ചെന്ന് പറയും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ, കിളി പോയി നടക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു മിസ്ലീഡിംഗ് ആണ്. ടോട്ടൽ കമ്മ്യൂണിറ്റിയെ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാരെ സോഷ്യൽ മീഡിയ ദുരുപയോഗിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം കൂച്ചുവലം കിടക്കേണ്ട സമയം കഴിഞ്ഞു. ഇവരുടെ നാവുകൾ കെട്ടിയിടേണ്ട സമയം കഴിഞ്ഞാൽ അത്രയ്ക്ക് ആപത്തുകളാണ് പറഞ്ഞു നടക്കുന്നത്. വേണ്ടാത്ത ഒരു ഇസ്ലാം എന്നുള്ള ഒരു നല്ല ഒരു മതത്തെ അതിനെ തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാരെ അതിൽ നിന്ന് മാറ്റി ഒരു ചീത്ത ആൾക്കാരാക്കാൻ നോക്കുകയാണ് അവർ. നല്ലപോലെ ഡിസിപ്ലിനായിട്ട് ആരെയും ദ്രോഹിക്കാതെ, ആരെയും മോശം പറയാതെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വഴിതെറ്റിച്ച് അവർ ഈമാൻ പറിച്ചെടുക്കുന്നു എന്നൊക്കെ ഇന്ന് അടുത്ത വീഡിയോ ഇട്ടേക്കുന്നു. ആര് വന്നാലും ആരുടെ ഈമാൻ പറിച്ചിട്ട് എന്തോ അതിനകത്ത് പറഞ്ഞെന്നറിയാൻ വയ്യ. അതായത് മുസ്ലിം ഇല്ലാതെയാക്കുന്നുള്ളത്. ഇപ്പോൾ കിളി പോയി കിടക്കണം, തലയ്ക്ക് വെളിവില്ലാതെ എന്ത് പറയുന്നതെന്നറിയാതെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഇടണം. ആൾക്കാർ ആ ടൈറ്റിൽ കാണുമ്പോഴത്തേക്ക് 4 പേര് കേൾക്കണം. അത് യൂട്യൂബ് വരുമാനം വരണം. അതിനകത്ത് അത് വെച്ച് റെക്കോർഡിംഗ് തിയേറ്റർ കെട്ടാൻ പറ്റിയില്ലെങ്കിൽ സംഭവത്തിന് വിളിച്ച് അങ്ങനെയെങ്കിലും കുറച്ച് വീഡിയോകളിട്ട് അങ്ങനെയെങ്കിലും കയറ്റണം. ഇത് വെറുതെ വ്യക്തി ലാഭത്തിന് വേണ്ടി, സ്വന്തം ലാഭത്തിന് വേണ്ടി ലിയാഖത്തലി സമൂഹത്തിൽ വിഷം വിതയ്ക്കുകയാണ്. ഇത് അധികാരികൾ ശ്രദ്ധിക്കുക.
അതിൻ്റെതായ രീതിയിൽ ആക്ഷൻ എടുക്കുക. വളരെ തെറ്റാണ്. അത്രയ്ക്കും ക്ലിയറായിട്ട് നമ്മൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇയാൾ എത്രത്തോളം കള്ളം പറയുന്നു എന്നുള്ളത് ഇത് ശ്രദ്ധിക്കുക. ഈ പോക്ക് ശരിയാവത്തില്ല. ഇത് പലരും ആരിഫ് ഹുസൈൻ എല്ലാം ഈ ലൈനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന് ഇത് ആപത്താണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇതാണ് ഇതിനകത്തുള്ള ഉത്തരം. സ്വതന്ത്രനായ ഒരു മനുഷ്യനെ അടിമയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എവിടുത്തെ ആൾക്കാരെയാണ്? ഏത് മനുഷ്യരെയാണ്? ആരൊക്കെയാണ് സ്വതന്ത്ര മനുഷ്യരുടെ ഗണത്തിൽ എണ്ണീറ്റുള്ളത്? അതിന് പുറത്തുള്ള മനുഷ്യരെ കുറിച്ച് മുഹമ്മദിന് കണ്ടീഷൻസ് എന്തായിരുന്നു? അങ്ങനെ മുഹമ്മദ് ആരെങ്കിലും അടിമയാക്കിയിട്ടുണ്ടോ? മുഹമ്മദിനെ സംഘം അടിമകളാക്കി പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ? ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ടുണ്ടോ? ഇതൊക്കെ ചോദ്യങ്ങൾ മുന്നിലിട്ട് വരികയാണ്. സംവാദത്തിന് വരുമ്പോൾ ഫുൾ എക്യുപ്പൈഡ് ആയിട്ട് വന്നോളി, എല്ലാ കിതാബും കൊണ്ടുവന്നോളി. അപ്പോൾ അടുത്ത ക്ലിപ്പും നേരത്തെ കേട്ടതുപോലെ തന്നെയാണ്. അതായത് സ്വതന്ത്രനായ വ്യക്തി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? അതല്ലേ ഇത്രയും നേരം പറഞ്ഞത്. ഒരു സ്വതന്ത്രനായ വ്യക്തിയും ഏത് ഗണത്തിൽപ്പെടുന്നവനാണെങ്കിലും പിടിക്കാൻ പാടില്ല. അവൻ യുദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ അത് സ്വതന്ത്രനായ വ്യക്തിയല്ല, അവർ കുറ്റമാണ് ചെയ്തേക്കുന്നത്. കുറ്റം ചെയ്യുമ്പോൾ യുദ്ധത്തിൽ ബന്ദികളായിട്ട് പിടിക്കും. അത് ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം പറ്റത്തില്ല എന്നുള്ളതാണ് ആ ഹദീസിൻ്റെ അർത്ഥം. ബുഹാരി 2227 ഒരു സ്വതന്ത്രനായ വ്യക്തിയെ ആക്കാൻ പാടില്ല, ബാക്കിയാൽ ഞാൻ അവനെതിര് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ആരെയൊക്കെ ആക്കിയിട്ടുണ്ട്, സംഘം പിടിച്ചിട്ടുണ്ടോ? അതായത് യുദ്ധത്തെയാണ് കാണിക്കുന്നത്. ഏതെങ്കിലും ഇപ്പോൾ ബനു മുസ്തലിഖ് പോലെ സംഭവങ്ങളില്ലേ, അതെല്ലാം സംഘം പോയി ആക്രമിച്ചു എന്ന് കാണിക്കാനാണ് പറയുന്നത്. അത് ഇങ്ങോട്ട് ആക്രമിക്കാനാണ് നമ്മൾ പറഞ്ഞു വന്നത്, ഇങ്ങോട്ട് ആക്രമിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് പിടിച്ചത്. ഇതുപോലെ പല സംഭവങ്ങളും കാണും. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് അത് അവർ രാഷ്ട്രത്തിനെതിരെ നീങ്ങി കാണും. എന്തെങ്കിലും ഒരു ട്രീറ്റി, ഒരു സന്ധി അവർ മുറിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ കഴിഞ്ഞാൽ ആക്രമിക്കും. അത് ഇതിനകത്തുള്ളതാണത്. ഒരു ട്രീറ്റി ആയിട്ട് ഒരു അന്ന് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത്, ആ ഗോത്രകാലത്ത് ഇവർ പറയുന്നത്, ഈ ഗോത്രങ്ങളായിട്ട് ജീവിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സന്ധികളാണ്. നിങ്ങൾ ഇന്ന് രണ്ടുപേരും എഗ്രിമെൻറ്റ് ചെയ്യും. ഇന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് ചെയ്യണം, നിങ്ങൾ നമ്മുടെ രണ്ടുപേരെയും കോമൺ ശത്രുക്കൾ അല്ലെങ്കിൽ സെപ്പറേറ്റ് ശത്രുക്കൾ നിങ്ങൾ സഹായിക്കരുത്, ഇങ്ങനെല്ലാം എഗ്രിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിൽ ആരെങ്കിലും ഒരെണ്ണം ചെയ്ത് രാഷ്ട്രത്തിനെതിരെ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ആക്രമിക്കും, അവർ ആക്ഷൻ എടുക്കും. അതിനെയാണ് ഇവർ കൊള്ളാന്ന് പറയുന്നത്. അതിനകത്ത് പിടിച്ചെടുത്തോ, സംഘം പിടിച്ചെടുത്തോ, അത് അവർ ബനു മുസ്ലിം കൊണ്ടുവരും, ബനു ഖുറൈല കൊണ്ടുവരും, ബനു നലീർ കൊണ്ടുവരും, എല്ലാം കൊണ്ടുവരും. ഇതെല്ലാം അവർ കൊള്ളാന്ന് പറയും. പക്ഷേ സംഭവം രാഷ്ട്രത്തിനെതിരെ ചെയ്തതാണ്. രാഷ്ട്രത്തിനെതിരെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യും. അത് യുദ്ധം തന്നെയാണത്, രാഷ്ട്രത്തിനെതിരായ പ്രവൃത്തിയാണ്. അത് രാഷ്ട്രം തലവൻ എന്നുള്ള രീതിയിൽ പ്രവാചകൻ എടുത്തിട്ടുണ്ട്. പേഴ്സണലായിട്ട് ചെയ്താൽ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രവാചകനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, നേരെ എന്താണ് വിഷം കൊടുത്തേക്കുക. അവിടെയൊക്കെ അവരെ ഒന്നും ശിക്ഷിക്കാതെ വെറുതെ വിടുകയാണ് ചെയ്തത്. നേരെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അതൊന്നും കാര്യമായിട്ട് എടുക്കത്തില്ല. പക്ഷേ രാഷ്ട്രം എന്നുള്ള രീതിയിൽ, രാഷ്ട്രത്തലം എന്നുള്ള രീതിയിൽ കൊല്ലാൻ നോക്കിയാലോ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിനെതിരെ നീങ്ങിയാലോ ആക്ഷൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ പല സംഭവങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ആരെങ്കിലും കൊന്നിട്ടുണ്ടോ, ആരെങ്കിലും അടിമയാക്കിയിട്ടുണ്ടോ, സംഘം അടിമയാക്കിയിട്ടുണ്ടോ എന്നെല്ലാം ചന്തയിൽ വിറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പഠിച്ചിട്ട് വാ, നിങ്ങളെല്ലാം ആൻസർ ചെയ്തിട്ട് വാ. ഇതിനെല്ലാം അവസാനം എക്യുപ്പേർഡ് ആയിട്ട് വാന്ന് പറയുന്നുണ്ട്. അത് പുള്ളിക്ക് തെറ്റിയതാണ്. എക്യുപ്ഡും പ്രിപ്പയർഡും കൂടെ ചേർത്തിട്ട് എക്യുപ്പേർഡ് എന്നായിപ്പോയതാണ്. അതൊക്കെ അത് നമ്മൾ ജസ്റ്റ് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അത് ആരുടെയും കുറ്റമല്ല. അത് പറഞ്ഞു വരുമ്പോൾ ആർക്കും തെറ്റ് വരും. നമ്മൾ തന്നെ ഒരുപാട് തെറ്റ്. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ഉദ്ദേശിച്ചത് പുള്ളി ഇതാണ്. എക്യുപ്ഡ് എന്നുള്ളതും പ്രിപ്പയർഡും ചേർന്ന് ഒരേപോലെ വാക്ക് വന്നുപോയി, എക്യുപ്പേർഡ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. നേരത്തെ ഈ ഹദീസിന് പിന്നെയും അവരുടെ ഉറക്കം കെടുത്തുന്ന ഹദീസാണിത്. ബുഹാരി 2227. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ വാദങ്ങൾക്കെല്ലാം കടക്കിൽ കത്തിവെക്കുന്ന ഹദീസാണ്. അതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ ആവർത്തിച്ച് അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ് അതിനുള്ളത്. അനുവദിക്കപ്പെട്ടതാണ്. ഇവിടെ അബ്ദുള്ള അബ്ബാസിനും സമ്മതിക്കുന്നതാണ് യുദ്ധത്തിന്റെ ഭാഗമായി. എന്ത് യുദ്ധം? അത് വേറെ കാര്യം, നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിൽ അബ്ദുള്ള അബ്ബാസിൽ സുഖസുന്ദരമായി ജീവിക്കുന്ന കാലത്ത് അബ്ദുള്ള അബ്ബാസിന് ഓഹരിയായി ലഭിച്ച ഒരു 100 അടിമകൾ, മാർക്കറ്റിൽ നിന്ന് ആനുപാതികമായി വാങ്ങുന്ന കുറച്ച് വേറെ അടിമകൾ. ഞാൻ അന്ന് ചോദിച്ച കണക്ക് ഒന്നുകൂടി ആവർത്തിക്കുന്നു. 100 അടിമ സ്ത്രീകളും 50 പുരുഷ അടിമകളും അബ്ദുള്ള അബ്ബാസിന്റെ കീഴിൽ വന്നാൽ ഇവരെ പരസ്പരം, ഒരു പുരുഷ അടിമക്ക് 2 സ്ത്രീ അടിമകൾ എന്ന രീതിയിൽ അബ്ദുള്ള അബ്ബാസിന്റെ കീഴിലുള്ള അടിമകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ, ആ കുഞ്ഞുങ്ങളിലൂടെ ഒരാൾക്ക് 5 കുട്ടികൾ എന്ന രീതിയിൽ ഉണ്ടായാൽ ഈ 500 കുട്ടികൾ അബ്ദുള്ള അബ്ബാസിന്റെ അടിമയാകുമോ അല്ലയോ എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ, അടിമ ഫാമിംഗ് നടത്താൻ അബ്ദുള്ള അബ്ബാസിൽ നാളെ തീരുമാനിച്ചാൽ, ഒരു ഇസ്ലാമിക ഖിലാഫത്ത് സമ്പൂർണ്ണമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അബ്ദുള്ള അബ്ബാസിൽ ഒരു അടിമ ഫാമിംഗ് നടത്താൻ തീരുമാനിച്ചാൽ അതിന്റെ ഇസ്ലാമിക ഹുക്കം എന്താണ്? അത് ഹലാലാണോ ഹറാമാണോ? അടിമത്ത ഹലാലാണോ ഹറാമാണോ എന്നുള്ള ചോദ്യമൊക്കെ പഴഞ്ചൻ ചോദ്യമാണ്. ഇപ്പം ഈ ക്ലിപ്പ് കേട്ടില്ലേ? ഇതാണ് ഇപ്പോൾ ഇവരുടെ ലേറ്റസ്റ്റ് ലിയാഖത്തയുടെ സ്പെഷ്യലിസ്റ്റിൻ്റെ ലേറ്റസ്റ്റ് ഉടായ്പ ഇതാണ്. ഇപ്പോൾ അടിമ ഹലാലാണോ ഹറാമാണോ എന്നുള്ളതെല്ലാം പഴയതായിപ്പോയത്, പഴയതാക്കിയത് എന്ന് വെച്ചാൽ അതിന് ഉത്തരം കൊടുത്തു കഴിഞ്ഞു. അത് ഹലാലാണോ ഹറാമാണോ എന്നുള്ളത് നമ്മൾ ഇത്ര നേരം കൊണ്ട് അതിൻ്റെ എല്ലാ വശങ്ങളും, അവരെന്തെല്ലാം പറയുന്നു അതിൻ്റെ എല്ലാ വശങ്ങളും ഡീറ്റെയിൽഡായിട്ട് കീറി മുറിച്ച് അതിൻ്റെ എന്താണ് പ്രോസ് കോൺസ് എന്താണ് ആ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ എല്ലാവരും പല കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാസിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വിട്ട് പിടിക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് നല്ലപോലെ. അതുകൊണ്ട് ലേഖത്തിൽ തന്നെ പറയുന്നുണ്ട് അത് പഴയ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പം ഉടായ്പ കാണിക്കണം. ഇത് ഒരു വേറെ രീതിയിൽ ചോദിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കണം. എങ്കിൽ ലിയാഖത്ത് അലി ഡോക്ടർ അടിമത്തത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് കണ്ടുപിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ് അടിമ ഫാമിംഗ്.
അത് സൂപ്പറാണ്, കണക്കുകളൊക്കെ നല്ല രസമാണ് കേൾക്കാൻ. അതായത് 100 പുരുഷ അടിമ, ഓക്കെ, 50 സ്ത്രീകൾ. എന്തുകൊണ്ട് 100 ആക്കിയില്ലെന്ന് എനിക്കറിയാൻ വയ്യ. 100 100 100 50 ആക്കി. സ്ത്രീകൾ കുറച്ചല്ലേ വരൂ, അത്രയും സ്ത്രീകളൊന്നും വരത്തില്ല യുദ്ധത്തിന് വരുന്നത്. എന്താണ് ആ സഹായിക്കാനായിട്ട് വരുന്നതുള്ള ഡയറക്റ്റ് യുദ്ധത്തിന് വരുന്നത്. ഇനി കോട്ട വളഞ്ഞ് പിടിക്കുന്നതാണെങ്കിൽ ആ കോട്ടയിലുള്ള എല്ലാവരും വരും, അത് ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ജൂതഗോത്രങ്ങളൊക്കെ തന്നെ അവർ കോട്ടകളിലാണ് അവർ താമസിക്കുക. അത് അവിടെ നിന്നുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുക, അവിടെ നിന്നാണ് കൊല്ലാൻ നോക്കുക, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് എല്ലാം ചെയ്യുക. അപ്പോൾ അത് വളഞ്ഞ് ചെയ്യുമ്പോഴത്തേക്ക് ആ കോട്ടയിലുള്ള പ്രായപൂർത്തിയ എല്ലാ പുരുഷന്മാരും ആ യുദ്ധം ചെയ്ത ഗണത്തിൽ തന്നെ പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ ഉള്ളത്, അല്ല യുദ്ധത്തിൻ്റെ സ്ത്രീകൾ നമ്പർ കുറവായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഒരു കൺസിഡറേഷൻ 100 50 ആക്കി. 50 സ്ത്രീകളൊന്നും വരുമോ നമുക്കറിയത്തില്ല, എന്നാലും ഓക്കെ 100 50. ഇനി അപ്പം ഒരു അടിമയ്ക്ക് 2 സ്ത്രീകൾ, അത് എല്ലാം ലിയാക്കത്തിലെ കണക്കാണ്. ഒരു അടിമയ്ക്കും എന്താ ഈ അടിമ സ്ത്രീയെ വേറൊരാൾ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? ഈ അടിമ സ്ത്രീയെ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാർക്കാണ് കൊടുക്കുന്നെങ്കിൽ മറ്റേ അടിമയ്ക്ക് കിട്ടത്തില്ലല്ലോ. അങ്ങനെ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു മുസ്ലിം പടയാളിക്ക് ആണ് ഈ സ്ത്രീ കൊടുക്കുന്നെങ്കിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ സ്ത്രീ മോചിതയാവും. അത് പതുക്കെ മറച്ചു വെക്കുന്നുണ്ട്. അതെന്താ മറയ്ക്കുന്നത് എന്തിനത്? അപ്പോൾ ഉടായ്പാണ് ഇത്. മുസ്ലിം സ്ത്രീകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടിമയ്ക്ക് തന്നെ കൊടുക്കണമെന്നെന്താ? ഈ പിടിച്ച അടിമകൾക്ക് തന്നെ നിങ്ങൾ കൊടുക്കാൻ പാടില്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഭർത്താക്കന്മാരുള്ളപ്പോൾ തന്നെ പിടിച്ചെടുത്തു എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ നമുക്ക് പിന്നെ അടുത്ത ക്ലിപ്പ് ഒക്കെ വരും. ഭർത്താക്കന്മാരുണ്ടപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതോടെ കല്യാണം ഡൈവേഴ്സ് ആയി എന്നർത്ഥം. അല്ല, അവർ ഭർത്താക്കന്മാരല്ല, ഭർത്താവല്ല, ഭാര്യയല്ല, ഡൈവേഴ്സ് ആയിട്ട് അടുത്ത കല്യാണമാണ് ആർക്കാണോ കിട്ടിയത് വിധിച്ചു കൊടുത്തത് അവർക്ക് അതൊരു കല്യാണമായിട്ട് ട്രീറ്റ് ചെയ്യും. ഒരാളും ടച്ച് ചെയ്യത്തില്ല. അത് വ്യഭിചാരം നടക്കത്തില്ല. പല യുദ്ധങ്ങളിൽ നമ്മൾ ഇൻ്റർനാഷണൽ രാജ്യത്ത് നടന്ന റഷ്യൻ യുദ്ധങ്ങളിലൊക്കെ കാണാം. യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വ്യഭിചാരങ്ങൾ കൂടും. അത് ഒരു ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഒരിടത്ത് പോലും നടക്കത്തില്ലത്. കാരണം ഒരാൾക്ക് കൊടുക്കുന്നുണ്ടാണ്, ആ ഒരാൾ മാത്രമാണ് റൈറ്റ് ഉള്ളത്, വേറൊരാൾ വരാൻ പറ്റത്തില്ല. മാസ് റേപ്പിംഗ് നടക്കത്തില്ല, ഗാങ് റേപ്പ് നടക്കത്തില്ല, പബ്ലിക് സ്ട്രിപ്പിംഗ് നടക്കത്തില്ല. ഇതെല്ലാം ഇപ്പോഴും നടക്കുന്നത് യുക്രൈനിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് വേറെ ക്വസ്റ്റനിൽ വരുമ്പോൾ വേറെ ക്ലിപ്പിംഗ് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് ഈ കണക്ക് തന്നെ തെറ്റാണ്. ഈ 100 അടിമയ്ക്ക് 50 കൊടുത്തു എന്ന് ആരാ കൊടുക്കാൻ? വേറൊരാൾക്കാണ് കൊടുത്തെങ്കിലാ? അവിടെ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരല്ലേ കൂടുതലായിട്ട് കൊടുക്കുക. അടിമയ്ക്ക് തന്നെ ആണടിമയ്ക്ക് തന്നെ പെണ്ണടിമ കിട്ടണമെന്നുണ്ട്. ഇതെല്ലാം ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അടിമ ഫാമിംഗ് എന്നുള്ളൊരു പുതിയ ചോദ്യം ഞാൻ കണ്ടുപിടിച്ചു, എൻ്റെ റിസർച്ചിൽ ഞാൻ കണ്ടുപിടിച്ചെടുത്തത്. എല്ലാം പൊള്ളയാണ്, എല്ലാം ഉടായ്പാണത്. അപ്പം അങ്ങനെ ഒരു സംഭവമേ നടക്കത്തില്ല. അത് ഈ 50 സ്ത്രീകളുണ്ടെങ്കിൽ 50 മുസ്ലിം ആൾക്കാർക്കാണ് വീതിച്ച് കൊടുത്തേക്കുന്നത്. അല്ലാതെ കല്യാണം കഴിച്ചിട്ട് എവിടെ ഉണ്ടത്? അവിടെ കല്യാണം കഴിപ്പിച്ച് 100 50 അവിടെ എന്താ നടക്കാത്ത? ഈ കണക്ക് എന്തുകൊണ്ട് നടന്നില്ല അത് പറ ലിയാഖത്തലി. ലാസ്റ്റിൽ ചെയ്യുമോ എന്ന് ചോദിക്കുന്നതിന് ഓൾറെഡി ആ സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ പ്രവചൻ്റെ കാര്യത്തിൽ. അവിടെ എന്തുകൊണ്ട് നടന്നില്ല? എന്തുകൊണ്ട് ഫാമിംഗ് നടന്നില്ല? അത് പറ, അത് ചിന്തിക്കും, അതിന് ഉത്തരം പറ, അല്ലെങ്കിൽ സംഭവത്തിൽ പറ, അല്ലെങ്കിൽ ചുമ്മാ വീഡിയോ ഇട്ട് പറ. എന്തുകൊണ്ട് അവിടെ നടന്നില്ല ഫാമിംഗ്? ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയേണ്ട ആവശ്യം, പ്രാക്ടിക്കലായിട്ട് നടന്ന കേസാണല്ലോ അവിടെ. നടന്നെങ്കിൽ എന്തുകൊണ്ട് അടിമ ഫാമിംഗ് അവിടെ നടന്നില്ല? അതിന് ഉത്തരം പറ. ഹുക്കും എന്താണെന്ന് വെച്ചാൽ ഹുക്കും ഇല്ല, ഇസ്ലാമിൽ ഇല്ല എന്ന് തന്നെ. അടിമ ഫാമിംഗ് നടന്നിട്ടില്ല അവിടെ. ആ സിസ്റ്റം ഉള്ളപ്പോഴും അവിടെ അടിമ ഫാമിംഗ് നടന്നിട്ടില്ല. അടിമകളുടെ നമ്പേഴ്സ് കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടേ ഉള്ളൂ. പ്രവാചകന് ഒരു അടിമ പോലും ഇല്ലായിരുന്നു. അപ്പോൾ അതേപോലെ ആയിരിക്കും മറ്റാൾക്കാർക്കും എന്ന് പ്രാക്ടിക്കലായിട്ട് പ്രൂവ് ചെയ്യുമ്പോൾ ഇയാൾ പതുക്കെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഞാൻ ചോദിക്കുന്നു നാക്കം കറക്കി തിരിഞ്ഞ് എന്തെല്ലാം കാണിക്കാൻ ലിയാഖത്തിൽ ഇസ്ലാമിൽ അടിമത്തം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ. ഇവിടെ ലോകത്ത് എന്തെല്ലോ അക്രമങ്ങൾ നടക്കുന്നു. അതിന് കമ്മാന്നൊരക്ഷം നാവ് വിളച്ച് പറയാനില്ല. ഇസ്രായേലിൽ നടക്കുന്നത്, ഗാസയിൽ നടക്കുന്നത്, ഉക്രൈനിൽ അവിടെ നടക്കുന്ന യുദ്ധബന്ദികൾക്ക് നടക്കുന്ന പീഡനങ്ങൾ, ഒരു വാക്ക് കമാന്ന് വേണ്ടി കാണുമോ ഈ ആരിഫ് ഹുസൈനും ലിയാഖത്തിലിയൊക്കെ? അപ്പം നിങ്ങൾ ആൾക്കാരെ മനസ്സിലാക്കുക. ഈ അവർക്ക് അവിടെ താഴെ പോയി ജയ് വിളിക്കുന്ന ആൾക്കാർ ഇവരാരാണ് നിങ്ങൾ തിരിച്ചറിയുക. ഇവർ മാനവികവാദിയോ അല്ല, മനുഷ്യവാദിയോ അല്ല, സ്വയംവാദികളാണ്. ഇന്ന് ജീവിക്കാൻ പറ്റിയ മാർഗ്ഗം എന്താണ്, പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള മാർഗ്ഗം എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇസ്ലാം വിമർശനത്തിന് നല്ല സ്കോപ്പുള്ള സമയമാണെന്ന് മനസ്സിലായി സോഷ്യൽ മീഡിയ. അങ്ങനെ കയറി വന്ന ആൾക്കാരാണ് ഇവർ. അല്ലാതെ ഒരു മാനവികവാദിയല്ല, ഒരു മനുഷ്യത്വവാദിയല്ല. അങ്ങനെയാണെങ്കിൽ ഒരു വാക്കെങ്കിലും മിണ്ടണമായിരുന്നു ഇന്ന് നടക്കുന്ന യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ചൊന്ന്. മിണ്ടിയാൽ തീർന്നു, ഇവരുടെ കച്ചവടം പൂട്ടും. ഇസ്ലാമാണ് നല്ലതെന്നുള്ള മനസ്സിലാവും. ഉക്രൈനിൽ നടക്കുന്ന ബന്ദികളുടെ പ്രശ്നം എടുത്ത് നിങ്ങൾ വിക്കിപീഡിയ എടുത്ത് നോക്കുക, അവിടെ എന്തോ നടക്കുന്നതെന്ന്, അവിടുത്തെ സ്ത്രീകൾ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളെടുത്ത് നോക്കുക. അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇസ്ലാമാണ് സത്യം, ഇസ്ലാമാണ് ട്രൂ, അതാണ് ഈ പ്രോബ്ലത്തിനുള്ള കറക്റ്റായ സൊല്യൂഷൻ കൊടുത്തേക്കുന്നുള്ളത് വരും. ഇവരെ കച്ചവടം പൂട്ടുകയും ചെയ്യും. അപ്പം മാനവ വിരോധികളാണ് ഇവർ. മാനവികമായിട്ട് ഇസ്ലാമിനെ കരുതേച്ച് കാണിക്കുന്നവർ മാനവ വിരോധികളാണ്, മനുഷ്യത്വ വിരോധികളാണ്. മനുഷ്യത്വപരമായിട്ട് ഇസ്ലാം കൊടുത്ത സൊല്യൂഷനെ ഇല്ലാതാക്കി അതിനെ മോശമായിട്ട് ചിത്രീകരിച്ച് എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ച് എന്താണ് ഗോത്രകാലത്തേക്ക് കൊണ്ടുപോകുന്ന, ഇസ്ലാം ഗോത്രകാലമല്ല, ഗോത്രകാലത്തിനെക്കാട്ടി മോശമായിട്ട് നടക്കുന്ന ഇന്നത്തെ യുദ്ധം സന്ദർഭങ്ങളിലേക്ക് എല്ലാ ആൾക്കാരെയും കൊണ്ടുപോകാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പം അതുകൊണ്ട് ഈ അടിമ ഫാമിംഗ് ഉടായ്പൊന്നും നടക്കത്തില്ല. എന്നാലും കണക്ക് ഞാൻ ബാക്കി കൂടെ പറഞ്ഞേക്കാം. 100ന് 50, 100 അടിമ പുരുഷൻ, 50 സ്ത്രീ. ഓക്കെ, അത് കഴിഞ്ഞാൽ 1ന് 2, ഒരാൾക്ക് 2 പേരെ കെട്ടിച്ച് കൊടുക്കണമെന്ന്, ഒരു അടിമയും 2 ഈക്വലായിട്ട്. ഇതൊക്കെ എവിടെ നടക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. ഓക്കെ, അടുത്തത് 5 കുട്ടികൾ. 5 കുട്ടികളാകുമ്പോഴത്തേക്ക്
എത്ര 5 കുട്ടികൾ ഓരോരുത്തർക്കും. അപ്പം 100 പുരുഷന്മാർ 50 സ്ത്രീകൾക്ക് 2 കുട്ടികളോ, എങ്ങനെ എന്ത് കണക്കാണെന്ന് അറിയാൻ പോയോ? 5 കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കല്യാണം കഴിച്ച് 2 ഇപ്പോൾ 100 പേരുണ്ടെങ്കിൽ 5000, അതാണ് കണക്ക്. 5 കുട്ടികളാകുമ്പോൾ 500. അപ്പോൾ 100 ആണടിമയല്ലേ, ഒരാണടിമയ്ക്ക് 5 കുട്ടികൾ 500. ഞാൻ പറഞ്ഞൊരു 10 കുട്ടികളായിരുന്നെങ്കിൽ 1000 ആക്കായിരുന്നു. അതെന്താ ഒരു 10 കുട്ടികളായിക്കൂടെ? ഫാമിംഗ് അല്ലയോ? 10 വർഷം പോരെ? 10 വർഷമല്ല, ഒരു അടിമ സ്ത്രീയിൽ 2 പേര് കിട്ടും. ഒരു വർഷത്തിൽ ഒരു അടിമ സ്ത്രീയിൽ 2 കുട്ടികൾ ജനിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ 2 വർഷമാകുമ്പോൾ 4, 10 വർഷമാകുമ്പോഴത്തേക്ക് 20 കുട്ടികളാവും ഒരാൾക്ക്. അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ ഈ 500 ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു, 1000 ഒരു 5000 ഒക്കെ ആക്കായിരുന്നു. എന്ത് കഷ്ടപ്പാടാന്ന് പറയുന്നത്. അടിമ ഫാമിംഗ് ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് ഇസ്ലാം അടിമ മോചനം കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ്. മോചനത്തിനുള്ള ഒരുപാട് കാരണം ഞാൻ ഇടയ്ക്ക് ഒരു ക്ലിപ്പിൽ പറഞ്ഞു കഴിഞ്ഞു. അടിമ മോചനത്തിന് എന്തെല്ലാം സ്റ്റെപ്പ് എടുത്തു എന്നുള്ളത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഉദ്ദേശം അടിമ ഫാമിംഗ് അല്ല. ആ യുദ്ധ സന്ദർഭത്തിൽ ആ ബന്ദികളെ ട്രീറ്റ് ചെയ്യുന്നതിലുള്ള ഏറ്റവും മാനവികമായ രീതിയിൽ ഇസ്ലാം ട്രീറ്റ് ചെയ്തു. അത് യജമാനാ കിട്ടുന്നെങ്കിൽ ആ ഒരു കുട്ടി പ്രസവിക്കുന്നതോടുകൂടി ആ സ്ത്രീ മോചിതയാവും. അവിടെ ഒരു ഫാമിംഗ് നടത്തില്ല, കുട്ടിയും അദ്ദേഹത്തിൻ്റെ കുട്ടിയാവും, എല്ലാ റൈറ്റ്സും കിട്ടും, സ്വത്തിൽ അധികാരം കിട്ടും, എല്ലാം കിട്ടും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് ആൾക്കാരിൽ എത്തരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ അടിമ ഫാമിംഗ് എന്നുള്ളൊരു പുതിയ സംഭവം, ഒരു പുതിയതുപോലെ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇത് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അടിമ ഫാമിംഗ് ഉള്ള സ്ഥലത്ത് എന്തിനാണ് അടിമ മോചനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? എത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മോചന ആയത്തുകളെല്ലാം ഞാൻ നേരത്തെ വായിച്ചു. അടിമ മോചനം എന്തെല്ലാം ഖുർആൻ ആയത്തുകളുണ്ട്, ഏതെല്ലാം ഹദീസുകളുണ്ട്. ഇഷ്ടം പോലെ ഹദീസുകൾ കാണാം അടിമ മോചനത്തിൻ്റെ. ഫാമിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾ എന്തിനാണ് മോചിപ്പിക്കുന്നതിനാണ്? അപ്പോൾ ഉടായ്പല്ലേ ലേഖത്തിൽ കാണിക്കുന്നത്. അപ്പം ഇസ്ലാമിൻ്റെ ഹുക്കും ഇത് തന്നെയാണ് ഹുക്കും. എന്താണ്? അടിമ ഫാമിങ്ങും ഇല്ല, ഒന്നുമില്ല. അവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഹുക്കും. അതും യുദ്ധഗന്ധികൾ മാത്രം ആണ്, ബാക്കി ഒരു ആൾക്കാരെ ആക്കാൻ പാടില്ല. അങ്ങനെ സ്വതന്ത്രനായ പിടിച്ച് ഫാമിംഗ് നടത്തിക്കൂടെ? അതിന് പറ ഉത്തരം, ലേഖത്തിൽ ഉത്തരം പറ. സ്വതന്ത്രനായ വ്യക്തിയെ നിങ്ങൾ അടിമയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ലിയാഖത്തിലെ കണക്ക് ഫാമിംഗ് നടത്താനായിരുന്നെങ്കിൽ എല്ലാത്തിനും പിടിച്ചുകൊണ്ട് പോകാം. എല്ലാ സ്വതന്ത്രനായ വ്യക്തികളെയും പിടിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് ഫാമിംഗ് നടത്തി അടിമകളെ കൂട്ടുന്നല്ലേ പറയേണ്ടത്. തെളിവുകളെല്ലാം നിങ്ങൾക്ക് എതിരാണ് ലിയാഖത്തലി. പിന്നെ ചുമ്മാ രാത്രി 9 മണിക്ക് കുറച്ച് മാർക്ക് രാത്രി എന്താണ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇരിക്കുന്നമാർക്ക് കുറച്ച് ഇതാക്കി ഒന്ന് ത്രസിപ്പിച്ച് വിടാനായിട്ട് ഓരോരുത്തർ ഒരു ലിയാഖത്തലി ഒരു ടോണി രാത്രി ഒരു ബൂസ്റ്റ് കൊടുക്കുന്ന പോലെ എന്ന് കേട്ട് ഇസ്ലാം വിരോധികൾക്ക് ഒരു ഇത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ വിരോധം കൊണ്ട്. അല്ലാതെ നിങ്ങളുടെ ഇസ്ലാമിൻ്റെ അഹങ്കാരവും നിങ്ങൾ തീർക്കാൻ പോകുന്നില്ല. ഇസ്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതും ചെയ്യാം. നിങ്ങളൊക്കെ ഞങ്ങളെ ഒരു ഖുർആൻ എടുത്ത് കാണിച്ചിട്ട് പറയുന്നു, ഇത് വെച്ചിട്ട് ഞങ്ങളെ ജഡ്ജ് ചെയ്തത്, അത് വെച്ച് തന്നെ നിങ്ങളെ ജഡ്ജ് ചെയ്യും. അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാ ഉത്തരം തന്നിരിക്കുന്നത്. എല്ലാം കിതാബ് കൊണ്ടുപോകാം. ഏത് വേണം കിതാബിൽ നിന്ന് തന്നെയാണ് ഉത്തരം പറയുന്നത്. ഇത് വെച്ച് തന്നെ നിങ്ങൾ ജഡ്ജ് ചെയ്യും. ഈ കിതാബ് എന്താണോ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അത് തന്നെയാണ് നിങ്ങൾ ഇവിടെ കിടന്ന് കുറച്ചതുകൊണ്ട് ഇത് മാറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിന് ഉത്തരം ഇല്ലാത്ത കാലത്ത് നമുക്ക് നോക്കാം. എല്ലാത്തിനും കുറിക്കുള്ള ഉത്തരം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാമിങ്ങും ഇല്ല. ഇസ്ലാം അടിമ മോചനത്തെ അത്രത്തോളം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ ഒരൊറ്റ അടിമ പോലും ഇല്ലായിരുന്നു മരിക്കുമെന്നുള്ള വീണ്ടും പറഞ്ഞുകൊണ്ട് അത് ഫാമിങ്ങും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ലേഖത്തിൽ ജസ്റ്റ് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട്